നമ്മുടെ നാട്ടിലെ ഇലക്ഷനുകളൊക്കെ വീണ്ടും അധികം താമസിയാതെ എത്തുന്നു. നമുക്ക് ചിന്തിക്കാൻ, പ്രാവർത്തികമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വോട്ട് ചെയ്യുന്നതിന് ഒരാൾക്ക് എത്ര മിനിറ്റ് സമയം വേണം ഒരു ബൂത്തിൽ? അവിടെ മെഷീൻ എടുക്കുന്ന സമയം, നാം എടുക്കുന്ന സമയം, അവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സ് എടുക്കുന്ന സമയം. അപ്പോൾ 8 മണിക്കൂർ കൊണ്ട് എത്ര പേർക്ക് വോട്ട് ചെയ്യാനാവും എന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമോ? അങ്ങനെയെങ്കിൽ ഒരു ബൂത്തിൽ 500 താഴെ ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നാം ഒരു ബൂത്തിൽ 500 പേരെന്ന് മാത്രം വെച്ച് ഫിക്സ് ചെയ്യണ്ടേ? 500 വോട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഒരു ബൂത്തിന് നൽകുക. അങ്ങനെ ബൂത്തുകൾ അറേഞ്ച് ചെയ്താൽ കൂടുതൽ പേരുടെ വോട്ടവകാശം രേഖപ്പെടുത്തുവാൻ കഴിയില്ലേ? എല്ലാവർക്കും ചെയ്യേണ്ടതല്ലേ വോട്ട്? മറ്റൊന്ന്, ഓരോ വോട്ടറും അവിടെ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ? വെള്ളം കൊടുക്കണം, വേണ്ടേ? സ്നാക്സ് കൊടുക്കണം. ഇത്തിരി ബിസ്ക്കറ്റോ കുക്കിയോ ആകാം. ചിലർക്ക് അസുഖങ്ങളുള്ളവരാവാം. അപ്പോൾ ഒരുപാട് നേരം അവർക്ക് ക്യൂവിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടേ? അവിടെ സീറ്റും അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും അവിടെ ഉണ്ടാവണം. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം, ചെറിയ സ്നാക്സ്, കുക്കീസോ ബിസ്ക്കറ്റോ കൊടുക്കണം. കൂടാതെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ബെഞ്ചോ കസേരയോ വരുന്ന വോട്ടേഴ്സിന് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? നമ്മുടെ റൈറ്റ് നാം അവിടെ രേഖപ്പെടുത്താൻ പോകുമ്പോൾ നമുക്ക് മിനിമം റിക്വയർമെൻറ്റ്സ് എങ്കിലും കിട്ടണ്ടേ? അതുകൊണ്ട് ഇനിയുള്ള ഇലക്ഷനെങ്കിലും, ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലെങ്കിലും അത് പാലിക്കുമെന്ന് ആഗ്രഹിക്കാം. പിന്നെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്കതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടേ? ഇന്നത്തേക്ക് വിടാം.